ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തമിഴ്നാട് വ്ളോഗ് കണ്ടിന്യൂയിങ്. ഇപ്പോഴും ഞാൻ ശങ്കരൻ കോവിലിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ എക്സ്പ്ലോറേഷൻ തുടങ്ങാം. അങ്ങനെ ഓട്ടോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞാൽ ശങ്കരൻ കോവിലിലെ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രസിദ്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിരിയാണിയാണ്. അതിൽ ഏറ്റവും ഫേമസ് ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്നൊരു കടയാണ്. ഒരു 150 വർഷത്തോളം പഴക്കമുള്ള ഒരു കടയാണിത്. കയറാൻ സ്ഥലം ഉണ്ടോ എന്നൊരു സംശയം. ഇത് പാർസലാ. തിരക്കോടെ തിരക്ക്. ഞാൻ വെയിറ്റിങ്ങിലാണ്, സീറ്റില്ല. സീറ്റ് കിട്ടുമ്പോൾ എനിക്ക് വെയിറ്റിംഗ് പ്ലേസിൽ നിന്നൊരു ഭോജനം, ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്കെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് മട്ടൺ ബിരിയാണി கிடைக்கும். മട്ടൺ ബിരിയാണി, മട്ടൺ ചുക്ക, ചിക്കൻ ചുക്ക. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മട്ടൺ ബിരിയാണി, മട്ടൺ ചുക്ക, ചിക്കൻ ചുക്ക, ഒരു ബിരിയാണി, മട്ടൺ ബിരിയാണി. ഓക്കെ, പിന്നെ ഒരു മട്ടൺ ചുക്ക, ഒരു ചിക്കൻ ചുക്ക. അടിപൊളി. മട്ടൺ ചുക്കയും വന്നു, ചിക്കൻ ചുക്ക വന്നു. പക്ഷേ ഗ്രേവി ടൈപ്പാണ്, ഡ്രൈ അല്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളേ ഉള്ളൂ ഈ കടയിൽ. കുറേ വർഷങ്ങളായിട്ട് തന്നെയാണ്. തിരക്ക് കാണുന്നുണ്ടല്ലോ. പാർസലിന് ഒരു കൂട്ടം ആൾക്കാർ കഴിക്കാൻ. അതിനൊക്കെ ആൾക്കാർ ഇങ്ങനെ സീറ്റിൻ്റെ ബാക്കിൽ നിൽക്കും, സീറ്റ് കിട്ടാൻ. കഴിക്കണം. മട്ടൺ ചുക്ക, അല്ല മട്ടൺ ചുക്ക ഗംഭീരം. ചിക്കൻ ചുക്ക അടിപൊളി അടിപൊളി, നല്ല ടേസ്റ്റുണ്ട്. ബിരിയാണിയുടെ പീസസൊക്കെ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. കറി പീസ് പോലെ, പക്ഷെ വെരി ഫ്ലേവർഫുൾ. പഴയ രീതിയിൽ തന്നെയാണ് ഒരു അടുക്കളയൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ഞാനിവിടെ വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് വരുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കില്ലേ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്നത് എവിടെയാണ്. ബിരിയാണി ഈ ശങ്കരകോവിൽ ഇത്രയും ഫേമസ് മട്ടൺ ബിരിയാണി ആയത് ഈ ഒരു സുൽത്താൻ കടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അവർ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ. ഒരാൾ എഴുന്നേക്കാൻ വെയിറ്റ് ചെയ്യണം, അടുത്ത ആളിരിക്കാൻ. നമ്മൾ തന്നെ ഇലയെല്ലാം ക്ലിയർ ചെയ്യണം. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. 2 ചുക്കാസും ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി ലഞ്ച്. മിസ് ചെയ്ത് ഇവിടെ വന്നാൽ സുൽത്താൻ ബിരിയാണി. അങ്ങനെ സുൽത്താൻ ബിരിയാണി കടയിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഭയങ്കര ഒരു മഴ ഉണ്ടായിരുന്നു ആ സമയത്ത് അകത്തിരിക്കുമ്പോൾ. ഇപ്പോൾ മഴയൊന്ന് തോന്നുന്നു, എന്നാലും ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓട്ടോ ചേട്ടൻ ഇപ്പോൾ എടുക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുറച്ച് പുന്നാരി പൊയ്ക്കോ, നിർത്തിയാൽ മതി. ഓക്കെ, അന്തപ്പൊക്കെ നിർത്താം. മഴ ഉറയ്ക്കുന്നു. അടുത്ത കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇവിടുത്തെ മറ്റൊരു ഫേമസ് ഷോപ്പ് ശിവകാശി നാടാർ മെസ്. മെസ്സിൽ കയറുന്നു, നനഞ്ഞുകൊണ്ട് കയറുക. ഓക്കെ, വെയിറ്റിംഗ് പ്ലേസ്. അങ്ങനെ ശിവകാശി നാടാർ മെസ്സിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മീൽസാണ്. പലതരം ചോറിൻ്റെ കൂടെ നോൺ വെജ് സ്പെഷ്യലാണ്. കാട ഫ്രൈ, ചിക്കൻ ചുക്ക, മട്ടൺ ചുക്ക, ഫിഷിൻ്റെ കുറേ ഐറ്റംസ്, പിന്നെ ചിക്കൻ 65. നോർമലായിട്ട് ഇങ്ങനെ. പക്ഷേ ഇത് ഭയങ്കര ഫേമസ്. ഒരു 80 years ഓൾഡ് ഷോപ്പാണ്. നല്ല തിരക്ക്, സീറ്റ് കിട്ടാൻ പാടാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് കഴിക്കാം. എൻ്റെ വയറൊക്കെ ഇങ്ങനെ പകുതി നിറഞ്ഞിരിക്കും. പകുതിയല്ല, ഏകദേശം നിറഞ്ഞിരിക്കും. എങ്കിലും കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട്. ചിക്കൻ സ്റ്റ്യൂ ട്രൈ ചെയ്തോ? ഓക്കെ, ഇഷ്ടമായോ? നൈസ്, ഇഷ്ടമായോ? ഇല കഴുകി ഉള്ളി ടേസ്റ്റി. പക്ഷെ എല്ലാ കാര്യങ്ങളും ഓർഡർ ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇത് മഷിയല്ല, ചീര. തക്കാളി കറി, ചീരക്കറി, ചീര പച്ചച്ചീരയാണ് ഇത്. തക്കാളിയുടെ കറി. ഇവരുടെ മീൽസ് ഇത് ഭയങ്കര ഫേമസ്.
ഈ നാടാറിന്. ഇവർക്കും ബിരിയാണി ഉണ്ട്, പക്ഷെ ഇന്നത്തെ ബിരിയാണി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതും അത്യാവശ്യം നല്ല ഫേമസ് ആണ് ബിരിയാണി. മറ്റേ ആ കട ബിരിയാണി മാത്രം സ്പെഷ്യലൈസ് ചെയ്യണം, നമ്മൾ ആദ്യം പോയ കട. ഇവിടെ തിരക്ക് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. 2:30 കഴിഞ്ഞു, 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും സുൽത്താൻ ബിരിയാണി കടയിലാണെങ്കിൽ 4:30 മുതൽ 8:30 മണി വരെ പൊറോട്ട, ചിക്കൻ ചുക്ക, മട്ടൻ ചുക്ക, പിന്നെ മട്ടൻ സൂപ്പ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഉണ്ട് അവിടെ. ഇവിടെ മീൽസ് കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിക്കാം. കുറച്ച് അത് എന്തൊക്കെയാണ്? മട്ടൻ ചുക്ക, ഓക്കെ. പൊട്ടി വേണ്ട. പെപ്പർ, ഓക്കെ. നെയ് ചുക്ക, മട്ടൻ നെയ് ചുക്ക, ഓക്കെ. ഫിഷ് അതന്നെ വഞ്ചരം ഫ്രൈയാ? പലതരം ഫിഷ് ഫ്രൈ, കുളമ്പ്. എനിക്ക് വയറ് പൊട്ടാറായി, അത് കാരണം കുറച്ച് ഓക്കെ. പെപ്പർ ഫ്രൈ ചിക്കൻ നല്ലതാണെന്ന് പറഞ്ഞു. പെപ്പർ ചിക്കൻ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. പക്ഷെ ഇവിടുത്തെ മീൽസും നോൺ വെജും ഭയങ്കര ഫേമസ്. പ്രോൺ അതന്നെ കൊഞ്ച്, പ്രോൺ, ഓക്കെ. പ്രോൺ, ഓക്കെ. ഇത് മീൻ കുളമ്പ്, ഓ അത് ശരി. മട്ടൺ കുളമ്പ്, അതായത് ഗ്രേവി. ചിക്കൻ കുളമ്പ്, ഫിഷ് കുളമ്പ്, എല്ലാത്തിൻ്റെയും ഗ്രേവി കിട്ടും. അപ്പം അതുപോലെ ആൾക്കാർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരു ഫ്രൈയോ കൂടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഗംഭീരമായിട്ട് കഴിക്കും. ഫിഷ് കുളമ്പ് അതിൻ്റെ ചാറാണ്. ഇത് ചിക്കൻ കുളമ്പ്, പിന്നെ ഇത് മട്ടൺ കുളമ്പ്, അതിൻ്റെ പീസില്ല, ഐ മീൻ ചാറ്, അതിൻ്റെ ഗ്രേവി. അല്ല, വിളിച്ചില്ല. അത് വേറെ, അത് ഓണറാണ് വന്നിട്ട് പോകുന്നത്. ആ ഓറഞ്ച് ഷർട്ട് ഓണറുണ്ട്, മകളുണ്ട് ഇവിടെ. ഒരെണ്ണം വെച്ചോളൂ, പിന്നെ ഇത് പാർസൽ ചെയ്യേണ്ടി വരും, ഓക്കെ. അപ്പോൾ ഇനി പ്രോൺസ് പറഞ്ഞിട്ടുണ്ട്. ഇത് മട്ടൺ നെയ് ചുക്ക, ചിക്കൻ പെപ്പർ ചിക്കൻ, ഓക്കെ. ഇനി പ്രോൺസും കൂടെ കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോൺസ് ഫ്രൈ തുടങ്ങാം. ഞാൻ ഈ കുളമ്പ് ഒന്ന് നോക്കട്ടെ. ഫിഷ്, മീൻ കുളമ്പ്. ഇത് കൂടാതെ സാമ്പാർ, രസം, മോര്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. തേങ്ങ അരച്ച കുളമ്പാണ്, പുളിയൊക്കെ ഇട്ടു, നല്ല ചോറിൽ ഒഴിച്ചു കഴിക്കാൻ ഗംഭീരം. ഇത് ചിക്കൻ്റെ കുളമ്പ് ഗ്രേവി. ഇനി മട്ടൺ ഗ്രേവി. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഫിഷും ചിക്കൻ. ചീര, മഷീർ, പച്ചക്കീര, ഹെൽത്തി. തമിഴ്നാട്ടിൽ വളരെ പ്രധാനമാണ്. ടൊമാറ്റോ ഒരു കറിയാണ്, പരിപ്പും ടൊമാറ്റോയും കൂടെ ഉള്ളത് കറി. നൈസ്. നമ്മുടെ മട്ടൺ നെയ് ചുക്ക, ലിവറൊക്കെ ഉണ്ട്. മട്ടൺ ലിവറെല്ലാം ധാരാളം ഉണ്ട്. ഐ ലൈക്ക് മട്ടൺ ലിവർ. നെയ് ചുക്ക. ചിക്കൻ പെപ്പർ ചിക്കൻ. അടിപൊളി. പ്രോൺസ് ഫ്രൈ. അടിപൊളി. ഫിഷ് ഫ്രൈ. ഇതിന് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. കാട, ഇത് എനിക്ക് പറ്റുന്നു മാക്സിമം ഉണ്ട്. പക്ഷെ അടിപൊളിയാണ്. നമ്മളിവിടെ ശങ്കരൻകോവിൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്, തമിഴ്നാടിൻ്റെ ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് മീൽസ് കിട്ടുന്ന കടകൾ, ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന കടകൾ, ബെസ്റ്റ് ടിഫിൻ കിട്ടുന്ന കടകൾ. അപ്പം നമ്മുടെ ഒരു ഫുഡ് ടൂറും കൂടിയാണ് ഈ യാത്രയെല്ലാം. അതുകൊണ്ട് നമ്മളെല്ലാ സ്ഥലത്തും കയറുന്നു, അവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യും.
നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ എവിടെയൊക്കെ കയറണം എന്നുള്ളതിന് അതൊരു ചെറിയൊരു ഗൈഡ് ലൈൻ പോലെ നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. നമുക്കൊരു ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. രസം, മോര്, സാമ്പാർ എല്ലാം. തമിഴ്നാട്ടിൽ രസം പൊതുവെ ഗംഭീരമാണ്. എക്സ്പേർട്സ് ആണ്. ശിവകാശി നാടാർ മെസ് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതൊരു 80 വർഷത്തിന് മേലെ പഴക്കമുണ്ട് കേട്ടോ. മഴയൊക്കെ പോയല്ലോ. ഇതൊരു ടെമ്പിൾ സിറ്റിയാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ ഗോപുരങ്ങളൊക്കെ കാണാം. പഴയ ബിൽഡിങ്സിൻ്റെയൊക്കെ അവശിഷ്ടത ഇവിടെയൊക്കെ. ഇതൊക്കെ വളരെ ഓൾഡ് ഒരു ബിൽഡിങ്ങിൻ്റെ ഡയലാപ്പിലേറ്റഡ്. ഇനി ഒരു കടയും കൂടി ഉണ്ട് ഇവിടെ. ഇങ്ങനെ ശങ്കരൻ കോവിലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം തന്നെയാണ്. ശങ്കരൻ കോവിൽ, ശങ്കരനാരായണ ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഈറ്ററീസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ് ശിവകാശി നാടാർ മെസ്. പിന്നെ സുൽത്താൻ ബിരിയാണി, അതാണ് നമ്പർ 1. ദിസ് കംസ് രണ്ട് കാറ്റഗറി ഓഫ് ഇത് മീൽസ്. അവർക്ക് ബിരിയാണി മാത്രമേ ഉള്ളൂ, ഇവർക്ക് ബിരിയാണി ആൻഡ് മീൽസ്. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ അണ്ണാമലൈ റെസ്റ്റോറൻറ്റ്, ടിഫിൻ ആൻഡ് ലഞ്ച്, നല്ല വെജിറ്റേറിയൻ ഭക്ഷണം നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുമാർ, ചെറിയ കടയാണ് പക്ഷെ എന്നാലും നല്ല ടിഫിനായിരുന്നു. പിന്നെ ഒരു ഹൽവ കടയുണ്ട്. ഓക്കെ, അപ്പോൾ രാജ് ഹൽവ ഷോപ്പ്, അവിടെയും കൂടി ഒന്ന് പോവാം. അപ്പോൾ ഓട്ടോ ചേട്ടന് അറിയാമായിരിക്കുമല്ലോ ആളിന്. ഓക്കെ, ഇത് പാർസൽ നിങ്ങൾക്ക് നോൺ വെജ് വീട്ടിൽ കൊണ്ടു. ഓ ഓക്കെ ഓക്കെ. ഇത് തന്നെ രാജാ ഹൽവ കട. ചെറിയ കടയാണ്. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇത് രാജാ ഹൽവ കട. ടെമ്പിൾ അവിടെയാണ് കേട്ടോ, ജസ്റ്റ് ഓപ്പോസിറ്റാണ് ടെമ്പിൾ. ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാലെടുത്ത് വെച്ചാൽ മതി, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പോയ എല്ലാ കടകളും ടെമ്പിൾ പ്രൊമൈസസിലാണ്. ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ നാടാർ മെസ്സ്. അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തായിട്ടാണ് സുൽത്താൻ ബിരിയാണി. അപ്പോൾ എല്ലാം ഈ ക്ഷേത്രവുമായി കണക്റ്റഡ് ആണ്. എല്ലാം വണക്കം വണക്കം. ഫേമസ് ഹൽവ കടയില്ലേ ഇത്? തിരുനെൽവേലി ഹൽവ മാതിരിയാണോ? വ്യത്യാസം. ഇത് വീറ്റാ? വീറ്റ് തന്നെ. എന്നാ ഡിഫറൻസ് എന്നാ ഇത്? എപ്പടി? ഓക്കെ, അത് ഒന്ന് സാമ്പിൾ ചെയ്യാൻ തരാണ്. ഓക്കെ, സാപ്പിട്ട് പാത്തിട്ട്. ഓക്കെ, ഓ നല്ല ചൂട് 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 ഹൽവ. ഓക്കെ, ചൂട് ചൂട് ഹൽവ. ആഹാ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. തിരുനെൽവേലി ഹൽവ പോലെ തോന്നുമെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. என்ன வித்தியாசம்? டிஃப்ரென்ஸ் நல்ல கிண்டணும். அது கோதுமை எல்லாம் நல்லா போடணும். ஆனா கோதுமை பால் எடுத்துட்டு செய்யும் அല്ലേ? பால் எடுத்துட்டு പഞ്ചസാര, ചീനി, പ്യൂർ ഗീ. ഗീ തന്നെ. ഓ നല്ലത് കേട്ടോ. ചൂട് ചൂട് സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാനൊരു മധുരപ്രിയ ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടം. ഇവിടെ നല്ല തിരക്കാണ്. എല്ലാവരും വന്ന് ഇങ്ങനെ ചൂട് ചൂടായിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകും. പാർസലും ഉണ്ടാകണം. 1/4 കിലോ 100 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, ഒരു 100 കിലോ എടുത്തോളൂ. ഇത് എത്ര വർഷം? 85 ഇയേഴ്സ്. അപ്പൂപ്പ താത്താട് അച്ഛൻ്റെ അച്ഛൻ. ഓക്കെ, ശങ്കർ രാജ്. ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ഇതിന്റെ പ്ലേസ് തന്നെ സെയിം ഷോപ്പ്. ഓക്കെ, ക്ഷേത്രത്തിന്റെ നേരെ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ കട, സെയിം കട. 1/4 കിലോ 100 രൂപ. എനിക്ക് പിടിച്ച റോഡാട്ടോ ഫ്രണ്ടിൽ, അതിന്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. എല്ലാം ബ്ലോക്ക് ഈ സൈഡിൽ. ദിസ് ഇസ് 1/4 കിലോ 100 റുപ്പീസ്. ഓക്കെ, ഒരു ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. മധുരയിൽ നമുക്ക് എങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലായിരുന്നു, ഓട്ടോ ഡ്രൈവർ ഒരു ഫ്രണ്ട്. പോകലാം. ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇപ്പം മണി എത്രയായി? 2:55. നമ്മുടെ കാറ് കിടക്കുന്നു തൊട്ടപ്പുറത്താണ്.
ഇത് ക്ഷേത്രത്തിൻ്റെ ഗോപുരം, മെയിൻ എൻട്രൻസ്. എത്ര രൂപ തരണം? രാജഗോപാലാണ് നമ്മുടെ സാരഥി. ഇനി ഇറങ്ങാൻ പോകും. പുള്ളിക്കാരന് പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോവാം. ഓക്കെ, കാറിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ചു തന്നു. ഇപ്പം തരാവേ. അപ്പം താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. അങ്ങനെ ഏതാണ്ട് ശങ്കരൻ കോവിലിലെ നമ്മളുടെ പര്യടനം കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഒരു ഫുഡ് ടൂർ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണശാലകളും പ്രധാനപ്പെട്ട ക്ഷേത്രവും ഒക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. അപ്പോൾ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് യാത്ര. കോവിൽപ്പട്ടി റൂട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു. കോവിൽപ്പട്ടി വഴി ട്രിച്ചി, അതാണ് ട്രിച്ചി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂറിൽ കൂടുതൽ എടുക്കും, 280 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കോവിൽപ്പട്ടി വഴി പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ബൈപ്പാസ് വഴി ട്രിച്ചിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ യാത്ര കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കോവിൽപ്പട്ടി, അതായത് ട്രിച്ചി റൂട്ടിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട് കോവിൽപ്പട്ടി എത്താൻ. അപ്പോൾ വഴിയിൽ കാഴ്ച കണ്ടിറങ്ങിയതാണ്. ഇത് നോക്കിയേ, ഇവിടെ തമിഴ്നാട്ടിൽ വന്ന ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതാണ് പുളിമരങ്ങളും. അതുപോലെ 2 സൈഡിലും പുളിമരങ്ങളുടെ തണലുണ്ടാവും പല റോഡ്സിലും. പിന്നെ ഒരു പ്രധാന കാഴ്ച ഇവിടുത്തെ വേപ്പാണ്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കോട്ടൺ സീഡ്സ്, അതായത് കോട്ടൺ പഞ്ഞി കൃഷി. ഈ വയലിലെല്ലാം പഞ്ഞിയുടെ കൃഷിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാൻ വിചാരിച്ചു. എങ്ങനെ കണ്ടിട്ട് കാണാണ്ട് പോവും. ഇതാണ് കോട്ടൺ ഫീൽഡ്. നമ്മുടെയൊക്കെ കോട്ടൺ വസ്ത്രങ്ങളെല്ലാം ഇതിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് പഞ്ഞി തന്നെയാണ്. ഇവിടെ എല്ലാം പൊട്ടി നിൽക്കുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് പൊട്ടി നിൽക്കുന്നതാണ്. ഓ, നനവുണ്ട് മഴ പെയ്തപ്പോഴേ. അയ്യോ, അതെ, പ്യുവർ കോട്ടൺ. എല്ലാവരുടെയും കൃഷി സ്ഥലത്ത് കയറി ആക്രമിക്കുവാണ്. ഇതിൽ നിന്നാണ് കോട്ടൺ നൂലുകൾ ഇതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അത് വസ്ത്രങ്ങളായി മാറുന്നു. നല്ല രസമല്ലേ? അപ്പുപ്പം താടി പോലെ പറക്കുമോ? അയ്യോ, ഇത് തലയുടെ മണ്ടയ്ക്കൂടെ പറ. അയ്യോ, ഇവിടെയൊക്കെ ഇത് കുറച്ച് വെറ്റ് ലാൻഡ് പോലെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ അല്ല, നനവുണ്ട്. കാലിങ്ങനെ ഇച്ചിരി ഒന്ന് താണു പോകുന്നുണ്ട്. ഫുൾ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ. അപ്പുറത്തെ സൈഡിൽ പിന്നെ ചോളം, അത് കഴിഞ്ഞു തോന്നുന്നു. കൃഷി എല്ലാം കഴിഞ്ഞിട്ട് കരിഞ്ഞൊക്കെ നിൽക്കണു. കൊയ്ത്തൊക്കെ കഴിഞ്ഞതായിരിക്കണം. നല്ല രസമുണ്ട്. ഇത് എല്ലാം ഇങ്ങനെ പൊട്ടി നിൽക്കണമുണ്ടോ ഓൺ ദ വേ. ഈ സൈഡിലെല്ലാം വൈറ്റ് ഡോട്ട്സ് പോലെ ഇങ്ങനെ കാണാം. ഇതൊക്കെ നോക്കിയാൽ എൻ്റെ തോട്, അതിൻ്റെ ഔട്ടർ ഷെല്ലാണ്. പഞ്ഞിയൊക്കെ മാറ്റി കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നലത്തെ മഴയിൽ ഇവർക്ക് ഇനിയിട്ട് നാശനഷ്ടം ആകുമോയെന്നറിയില്ല. എനിക്കവിടെ വെയിൽ വരുമ്പോൾ വീണ്ടും അത് ഓക്കെ ആകുമായിരിക്കും. തോട് പൊളിച്ചതിൻ്റെ അംശങ്ങളൊക്കെ കാണാം. അല്ലാണ്ട് ഇങ്ങനെ ആ ചെടിയിൽ തന്നെ പൊട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് കേട്ടോ ഈ കൃഷി സ്ഥലം കാണുന്നത്. ആ സൈഡിൽ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ചോളത്തിൻ്റെ കഴിഞ്ഞു. ഈ സൈഡിലും ചോളം ഉള്ള ഭാഗമുണ്ട്. ഇത് കോട്ടൺ ഫീൽഡ്. ഈ പുളിയൊക്കെ കാഴ്ച കിടക്കുകയാണ്, പക്ഷെ വിളയാറായിട്ടില്ല തോന്നുന്നു. ഇത് നോക്കിയാൽ ഒരെണ്ണം ഒടിഞ്ഞ് കിടക്കുന്ന ഉണങ്ങി പുളി മരത്തിൻ്റെ കമ്പ്. അതിൽ കുറച്ച് പുളിയുണ്ട്. അതെല്ലാം പച്ചയാണോ? അയ്യോ, പച്ചപ്പുളി രണ്ടുമുണ്ട്. ഇത് അതിൻ്റെ കമ്പ് ഒടിഞ്ഞതാ. നോക്കട്ടെ. നൈസ്. നോക്കേ. ഓ, കുഴപ്പമില്ലല്ലോ. പച്ച കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിൽ വിളയുമായിരുന്നു. ഹായ്, ഇത് പഴുത്തതാ. അയ്യോ, കൊള്ളാട്ടോ. അത് പഴുത്തതും ഉണ്ടായിരുന്നു, പച്ചയും പഴുത്തത്. എന്നാ നോക്കിയാ, ഇതൊക്കെയാണ്. ചെറിയ മധുരവും പുളിയും കൂടി ചേർത്ത് കോമ്പിനേഷൻ. ഈ മരത്തിൻ്റെ ഇല തന്നെ ആയിരിക്കും. താഴെ വേണം ഒടിഞ്ഞ് ഉണങ്ങിക്കിടക്കാം. ഞാൻ ഇത് ഇത്ര എടുത്തിട്ട് പോകണം.
അങ്ങനെ തിരക്ക് പിടിച്ച് കോവിൽപ്പെട്ടി എന്ന് ഉള്ള സ്ഥലത്താണ്. ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ട് പിച്ചിപ്പൂ, മല്ലികപ്പൂ, മുല്ലപ്പൂ, കുടമുല്ല, പല ടൈപ്പ് ഓഫ് പൂ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നു. ധാരാളം വെജിറ്റബിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്രൂട്ട്സ്, പ്രൊവിഷ്യൻസ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി മുട്ടായി. ഇവിടെ അവർ പറയുന്നത് കടല മുട്ടായി എന്നാണ്. അതിൽ വൺ ഓഫ് ദ ഫേമസ് ഷോപ്പാണ് M&S. തൊട്ടടുത്ത് MNR ഉണ്ട്, ഒക്കെ റിലേറ്റീവ്സാണ്. കടല മിഠായി എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ചീനി മിഠായി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഇതാണ് ജിലേബി മാതിരി ഇരിക്കുന്നത്. അത് പഞ്ചസാരയിലുള്ളത്, അത് കരിപ്പട്ടി. അത് പിന്നെ ഇവരാണ് ഏറ്റവും ബെസ്റ്റ് കടല മിഠായി, M&S. ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ അവർ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഈ കടല മിഠായിയുടെ സ്വീറ്റ്സിൻ്റെ ഷോപ്സാണ്, ചീനി മിഠായി എല്ലാം. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷനും എല്ലാ കടയുടെ ബാക്കിലാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എവിടെയെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് അടുത്തിരിക്കുന്ന വേറൊരു കട. ഇവിടെ കുറേ കൂടുതൽ സ്വീറ്റ്സ് വേറെയും കാണുന്നുണ്ട്. ഇത് മിൽക്ക് ഹൽവയാ? ഇതെല്ലാം തന്നെ പാൽക്കോവ അല്ലേ? ഇപ്പോൾ ഇത് ഓക്കെ, പാൽക്കോവ, മിൽക്ക് ഹൽവ. ഇത് ഹൽവ, കരിപ്പട്ടി ഹൽവ, നോർമൽ ഹൽവ. പിന്നെ പക്കോറാസ് ഉണ്ട്. പിന്നെന്താ പറയുക, ഇതാണ് ഇവരുടെ ചീനി മിഠായി. ഇത് കരിപ്പട്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവർക്കും കംപ്ലീറ്റ് കടല മിഠായിയുടെ പ്രൊഡക്ഷൻ, എല്ലാവർക്കും പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ശരിക്കും മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ കംപ്ലീറ്റ് ഈ കച്ചവട സ്ഥലമാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോൾ എല്ലാ പ്രൊഡക്ഷനും കഴിഞ്ഞു. ഞാൻ എത്തിയപ്പോൾ ഇപ്പോൾ സമയം 4:45. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കപ്പലണ്ടി മിഠായിയുടെ പ്രൊഡക്ഷൻ കാണാം. അതായത് നാളെ രാവിലെ വന്നാൽ കാണാം. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് പോകുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്യാം. അതാണ് കരിപ്പട്ടിയിലുണ്ടാക്കുന്ന ചീനി മിഠായി. ഇത് ഷുഗർ തന്നെ. അടിപൊളി. ഇത് ജിലേബി മാതിരിയിരിക്കും. അത് കരിപ്പട്ടി ഹൽവ. അടിപൊളി. കുറച്ച് സ്വീറ്റ്സ് ഈ കടയിൽ നിന്ന് വാങ്ങുന്നു, അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങുന്നു. ഓക്കെ, ഇത് മിൽക്ക് ഹൽവയാണ്. ഞാൻ ഇച്ചിരി മിൽക്ക് ഹൽവ വാങ്ങണു. പിന്നെ അതുപോലെ പക്കോറാസ് മേടിക്കുന്നുണ്ട്. അത് തന്നെ ഒണിയൻ പക്കോറയാ? അനിയൻ, ചിന്ന. അതെ, നോർമൽ പക്കോറാസ്. ഓക്കെ, ക്രിസ്പിയാണ്. പിന്നെ ഇവരുടെ കരിപ്പട്ടി ഹൽവ വാങ്ങുന്നുണ്ട്. 290. ഓക്കെ, 290 രൂപയായി, അത്രേ ഉള്ളൂ. ഇവരുടെ ഈ സ്വീറ്റിന് ഇവർ പറയുന്നത് റോൾ കേക്ക് എന്നാണ്. കേക്ക് നമ്മുടെ ഈ ജാം റോൾ പോലെയാണ്, പക്ഷെ ഡിഫറെൻ്റ് ആണ് കുറച്ച്. റോൾ കേക്ക്. ഈ കടയിൽ നിന്ന് അപ്പുറത്തെ കടയിലേക്ക് വീണ്ടും പോകുന്നു. അവിടെ നമുക്ക് കടല മിഠായിയും കൂടി മേടിക്കാം. എല്ലാ സ്ഥലത്തെയും പ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഉച്ചയ്ക്ക് തീർന്നു. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കരിപ്പട്ടി വെച്ചിട്ടുള്ള ചീനി മിഠായി, കരിപ്പട്ടി മിഠായി വാങ്ങി. ഒരു പീസ് കുറച്ചുകൂടി എന്താ പറയുക, സോഫ്റ്റ് ആൻഡ് ജ്യൂസി. ക്രിസ്പി ഓൺ ദ ഔട്ട്സൈഡ്. അടിപൊളി. 1/4 കിലോ കപ്പലണ്ടി മിഠായി വാങ്ങിക്കണം. കടല മിഠായി. ഇഞ്ചി മിഠായി ഉണ്ടോ? ഒരു പാക്കറ്റ്. പിന്നെ കടല മിഠായി ഒരു പാക്കറ്റ്. മധുരം എല്ലാം കഴിച്ചിട്ട് മതി. എന്നെ എത്രയായി? 105. ഓക്കെ. അങ്ങനെ സ്വീറ്റ്സ്. ഇവിടുത്തെ തിരക്ക് കാണുന്നുണ്ടല്ലോ. ഈ നാട്ടുകാരെല്ലാം ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുന്ന ആൾക്കാരാണ് എന്ന് തോന്നുന്നു. അത് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സ്വന്തം ആവശ്യത്തിനാണെങ്കിലും. ഞാൻ കൂടുതൽ പറയുന്നില്ല, എന്നെ പോലെ എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഞാനും സ്വീറ്റ്സിൻ്റെ ആളാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമാകുന്നുണ്ട്. അതാണ് ഈ സ്വീറ്റ്സ് ഷോപ്പിലൊക്കെ നല്ല തിരക്കാണ്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ M&S. തൊട്ടപ്പുറത്തെ കടയും ഇതെല്ലാം ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ് ഇങ്ങനത്തെ സ്വീറ്റ്സ് ഷോപ്സാണ്. കടല മുട്ടായിയുടെ പ്രൊഡക്ഷൻ ഇവിടെ കംപ്ലീറ്റ്. അതുപോലെ ഈ ചീനി മുട്ടായി ഇതെല്ലാം ബാക്കിലാണ് നടക്കുന്നത്. പക്ഷെ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിഞ്ഞു. 40 രൂപയോ? എന്താ വില?
പാക്കറ്റ് 40 rupees. 40 റുപ്പീസ്. ഇത് പിച്ചി പോവാ? രണ്ടര മുല്ലപ്പൂ, മല്ലി 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 മണമുണ്ടോ? മണം സൂപ്പറാണ്. മണക്കട്ടെ. നല്ല മണം. മല്ലിപ്പൂ. ഓക്കെ ഓക്കെ. 40 റുപ്പീസ്. ഇത് തന്നെയാണ് ഇതല്ലേ? അല്ല, ഇത് കൊടമുല്ല, മല്ലിപ്പൂ. ഇത് വേറെ പിച്ചി, മുല്ലൈ. ആ ഓക്കെ. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ. ഇത് മല്ലിപ്പൂ, ഇത് മുല്ലപ്പൂ, ഇത് മല്ലിപ്പൂ. നമ്മൾ കുടമുല്ല എന്ന് പറയുന്ന ഒരു മല്ലിപ്പൂ എന്ന് പറയും, ഇത് മുല്ലപ്പൂ എന്ന് പറയും. ഞാൻ ആ ലോറി കണ്ടില്ല, ഇത് കയറി കൊടുക്കാത്ത ഭാഗ്യം. എൻ്റെ പൊന്നോ, ഇനി കാറിലേക്ക് കയറാം. ഇതൊരു ഹാപ്പനിങ് പ്ലേസ് പോലെ എനിക്ക് തോന്നും ഇവിടെ വരുമ്പോൾ. കോവിൽപ്പട്ടി ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലേവേഴ്സിന് വേണ്ടിയൊക്കെ. രസകരമാണ് ഇങ്ങനെയുള്ള ഗ്രാമ കാഴ്ചകളും സിറ്റി കാഴ്ചകളും ഒക്കെ. തമിഴ്നാടെന്ന് പറഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഹോം പോലെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ട് പോവാം. ട്രിച്ചിയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇന്ന് രാത്രി ഇനി ഒരു 5 hours ഉണ്ട് യാത്ര ചെയ്യാൻ. ഏതാണ്ട് ഒരു 250 കിലോമീറ്ററിന് കൂടുതലുണ്ടാകും തോന്നുന്നു. അപ്പോൾ രാത്രിയാകും എത്തുമ്പോൾ. എന്തായാലും ഞാൻ നിങ്ങളോട് ഇപ്പോൾ യാത്ര പറയുന്നു. ഓക്കെ, അപ്പോൾ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു സീരീസ്. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും തമിഴ്നാട്ടിലൂടെ. അപ്പോൾ സന്തോഷം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ ബൈ.